ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഏറ്റവും എളുപ്പത്തിലും വിഷുവിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല പായസക്കൂട്ടാണിത്. പച്ചച്ചിങ്ങയും പഴം വെച്ചാണ് നമ്മളത് പായസം ഉണ്ടാക്കുന്നത്. ഒരു 4-5 പഴം ചെറുതായിട്ട് അരിഞ്ഞ് അത് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചട്ടിയിൽ ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 to 6 സെക്കൻഡ് നമുക്ക് ഈ നെയ്യിലകത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ വഴന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കര നല്ല രീതിയിൽ ഒന്ന് പറ്റിച്ചെടുക്കുക. പഴത്തിൽ ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നല്ല രീതിയിൽ പറ്റിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്ക പൊടിച്ചത് ഒരു സ്പൂൺ ഇടാം. ഒരു അരമുറി തേങ്ങാപ്പാലുകൾ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പിരിഞ്ഞു പോകും. ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് രുചികരമായ പായസം ശരിയായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഈ വിഷുവിന് വളരെ എളുപ്പത്തിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസ റെസിപ്പിയാണ്. എല്ലാം ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.